പലപ്പോഴും പലരും പറയുന്നൊരു വിഷയമാണ്, ഉസ്താദ് എൻ്റെ മോന് പറഞ്ഞതനുസരിക്കുന്നില്ല. നിസ്കാരം തുടങ്ങിയ ദീനിൻ്റെ വിഷയങ്ങൾ നിലനിർത്താൻ വേണ്ടി പറയുമ്പോൾ അവർ നമ്മെ പരിഹസിക്കുകയും നമ്മളൊക്കെ ഒരു പഴഞ്ചനാണെന്ന രൂപത്തിൽ പ്രതികരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ദീനുമായി വിട്ടു നിൽക്കേണ്ട എത്രയോ കാര്യങ്ങളുണ്ട്, ദീനുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ. അത്തരം കാര്യങ്ങൾക്കാണ് ആവേശം കാണിക്കുന്നത്. മാത്രമല്ല MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളോട് അതുമായി ബന്ധപ്പെട്ട ജീവിതമാണ് മക്കൾക്കുള്ളത്. എന്താണ് ഉസ്താദേ ചെയ്യേണ്ടത്? ഒരു നേരം നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചു പറയുമ്പോഴും തീരെ അതിന് ചെവി കൊടുക്കുന്നില്ല. ഞങ്ങളൊന്നും ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. മക്കളൊരു പരീക്ഷണമായവരുണ്ട്. മക്കളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തും ഹൈറും സന്തോഷമൊക്കെ ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുതകരമായൊരു ഇസ്മുണ്ട്. നമ്മൾ ഇന്ന് ആ ഇസ്മിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഇസ്മ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, മക്കളുടെ ജീവിതത്തിൽ, നാം ഇടപെടുന്ന മേഖലകളിലൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്ന അത്ഭുതകരമായ ഇസ്മിനെ കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാനുമുള്ള തൗഫീഖ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെ ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതെന്നും ഇങ്ങനെ പറയുന്നത്. നമ്മൾ ഇത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്കതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഇസ്മ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകൾക്കും പവർഫുള്ളായിട്ടുള്ള ചില പ്രത്യേകമായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ചില അമലുകളുണ്ട്. അറിഞ്ഞു മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഫലം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കണം. വളരെ എളുപ്പത്തിൽ കാണാതെ പഠിക്കാവുന്നതാണ്. ഒരു ഇസ്മ എന്ന് പറഞ്ഞാൽ അർ റഹ്മാൻ, അർ റഹീം, അൽ മലിക്, അൽ ഖുദ്ദൂസ്, ചെറിയ ചെറിയ ഇസ്മുകളല്ലേ. അത് കാണാതെ പഠിക്കാനായിട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിങ്ങനെ ഡെയിലി 2 തവണ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലുന്ന പതിവുണ്ടായാൽ അതിലൂടെ അത് പഠിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ നോക്കൂ, ഈ വീഡിയോ കാണുന്നവരുടെ കൂട്ടത്തിൽ അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് ഇരുന്ന് അതിങ്ങനെ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ റഹ്മാൻ യാ റഹ്മാൻ യാ റഹ്മാൻ ഇങ്ങനെ കാണാതെ പഠിച്ചതായിരിക്കില്ല ഭൂരിഭാഗം ആളുകളും. എല്ലാ ദിവസവും ചൊല്ലി 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 അത് കാണാതെ പഠിച്ചു പോയതാണ്. പഠിക്കാനിരുന്നതല്ല, ചൊല്ലിയപ്പോൾ പഠിഞ്ഞതാണ് പലർക്കും. അതാണ് അസ്മാഉൽ ഹുസ്ന അങ്ങനെ ഡെയിലി ചൊല്ലുകയാണെങ്കിൽ അത് പഠിക്കാൻ പറ്റും. ഇത് കേവലം പഠിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് ലഭിക്കുന്നതോ അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളൊക്കെ ഉൾക്കൊണ്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലുള്ള അള്ളാഹുവിൻ്റെ 99 ഇസ്മുകളാണ് അസ്മാഉൽ ഹുസ്ന. ആ അസ്മാഉൽ ഹുസ്ന വെച്ച് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന അത്രമേൽ മഹത്വമേറിയതാണ്. അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അസ്മാഉൽ ഹുസ്ന കാണാതെ പഠിക്കുക. രണ്ടാമത്തേത് അസ്മാഉൽ ഹുസ്ന രാവിലെയും വൈകുന്നേരവും ചുരുങ്ങിയത് ഓതാൻ വേണ്ടി ശ്രമിക്കും. ദിവസത്തിൽ 1 തവണ ഓതുന്നവരാണെങ്കിൽ അത് 2 തവണയായിട്ട് വർദ്ധിപ്പിക്കുക. രാവിലെയും വൈകുന്നേരം ഓതുന്നതാണെങ്കിൽ ഒന്നും കൂടെ വർദ്ധിപ്പിച്ചതിന് 3 തവണ ഓതുന്ന പതിവും ശീലമൊക്കെ ഉണ്ടാക്കുക. അത് വലിയ മഹത്വം ലഭിക്കാൻ കാരണമാകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ അറിയാത്ത രൂപത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അതേപോലെ തന്നെ അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും ലളിതമായ രൂപത്തിൽ എങ്ങനെയാണ് റിയാള പൂർത്തിയാക്കി വീട്ടേണ്ടത്, എന്താണ് റിയാള തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമ്മൾ കൃത്യമായി വിശദീകരിച്ചതാണ് ഇൻഷാ അല്ലാഹ്. അങ്ങനെ റിയാള പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കുന്നവർ റിയാള പൂർത്തിയാക്കി വീട്ടുക. അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകട്ടെ. ഇനി നിങ്ങൾ നോക്കൂ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അസ്മാഉൽ ഹുസ്നയിലെ അൽ മുത്തക്കബ്ബിർ എന്ന് പറയുന്ന ഇസ്മാണ്. എന്താണ് അൽ മുത്തക്കബ്ബിർ എന്ന് പറഞ്ഞാൽ? ആ ഇസ്മിൻ്റെ ഒരു മഹത്വം എന്താണെന്നറിയോ? ഈ നാമം പതിവായി ചൊല്ലുന്നവർക്ക് ഇരുലോകത്തും മഹത്വം ലഭിക്കുന്നതാണ്. ദുനിയാവിലും ആഖിറത്തിലും അവന് നല്ല മഹത്വം ലഭിക്കും എന്ന് മഹാന്മാർ പറയുന്നു. സന്താനങ്ങൾ ജനിക്കുന്നത് നല്ല സന്താനമായി ജനിക്കാനും
സന്താനമില്ലാത്തവർക്കും ഈ ഇസ്മു വളരെ യൂസ്ഫുള്ളാണ്. മക്കളൊക്കെ സ്വാലിഹീങ്ങളാകുക എന്നുള്ളത് ആരുടെയും സ്വപ്നമാണത്. പക്ഷെ പലപ്പോഴും അത് പ്രതികൂലമായിട്ടാണ് സംഭവിക്കുക. മാതാപിതാക്കളെ കഴുത്തറുത്ത് കൊല്ലുന്ന മക്കളുള്ള കാലമാണ് ഇതല്ലേ. മാതാപിതാക്കളെ അവരെ ചെറുപ്പത്തിൽ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി ചിട്ടയോടെ വളർത്തിയിട്ട് അവസാനം അത് അവർ വളർന്നു വലുതായതിന് ശേഷം ആ മക്കളൊക്കെ നമുക്കെതിരാകുന്ന പല സംഭവങ്ങളുണ്ടാകും അല്ലേ. അവർ പഠനം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഉമ്മയും ഉപ്പയൊക്കെ ഭാരമായി തോന്നിയിട്ട് അവരെ ഓൾഡ് ഏജ് ഹോം, വൃദ്ധസദനങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന എത്രയോ കുടുംബങ്ങൾ പുതിയ കാലത്ത് വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ മക്കളെ കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കുന്നതല്ല കിട്ടുന്നത്. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ മക്കളിൽ നിന്ന് കിട്ടാൻ ഈ ഇസ്മു വളരെയധികം ഉപയോഗപ്പെടും. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് കൊണ്ടു നടക്കുക. അതുകൊണ്ട് തന്നെ നല്ല സന്താനം ജനിക്കാൻ ആഗ്രഹിക്കുക എന്നുള്ളത് ആരുടെയും സ്വപ്നമാണ്. അത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഇസ്മിനെ പതിവായി പലതവണ ചൊല്ലുക എന്നുള്ളതാണ്. ജനിച്ച മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത്തരം മക്കൾക്കും ഈ ഇസ്മ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മക്കൾ ദുഷിക്കുക, സന്താനങ്ങൾ വഴികേടിലാവുക, ഇതുവഴി കഷ്ടത അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ മനസ്സുകൊണ്ട് പറയുന്നുണ്ടോ, എൻ്റെ മോനെ ഞാൻ നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കൂല, എന്നെ ചീത്ത പറയുന്ന ആളാണ്, എനിക്ക് തീരെ വില നൽകാത്ത ആളാണ് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലിപ്പോൾ തോന്നുന്നില്ലേ മക്കളെക്കുറിച്ച്? നിങ്ങൾ തെറ്റുകാരായതുകൊണ്ടല്ല കേട്ടോ, ഇത് ദുനിയാവായതുകൊണ്ടാണ്. ദുനിയാവിൽ അങ്ങനെ തന്നെ, ദുനിയാവിൽ അത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇസ്മ ചൊല്ലിയാൽ നല്ല സന്താനങ്ങൾ നമുക്ക് ജനിക്കുന്നുള്ളതാണ്. നല്ല സന്താനങ്ങൾ ജനിച്ചവർ നല്ലതാവാനും ഇത് കാരണം. അതിനൊരു അമലുണ്ട്. 666 പ്രാവശ്യം ഈ ഇസ്മിനെ ഉരുവിടലിനെ പതിവാക്കിയാൽ ഏതാളുകൾക്കിടയിലും, ഏത് വലിയ ആളുകൾക്കിടയിലും ഇവന് വലിയ സ്ഥാനമുണ്ടാകാൻ അത് കാരണമാകും. അവരെല്ലാം അവനെ ഇഷ്ടപ്പെടുകയും ചെയ്യും. സമൂഹത്തിലെപ്പോഴും എന്നെ ഒന്നിനും കൊള്ളൂല, എന്നെ ആർക്കും വേണ്ട, ഞാൻ എന്തോ ആണെന്ന് പറഞ്ഞിട്ട് ഈ നെഗറ്റീവ് മൈൻഡോടുകൂടെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അത്തരം ആളുകൾക്കൊക്കെ ഇസ്മു വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഈ ഇസ്മ ഭാര്യയും ഭർത്താവൊക്കെ ഒരുമിച്ച് അവരുടെ വിരിപ്പിലിരുന്ന് യാ മുത്തക്കബ്ബിർ എന്ന് 100 തവണ ചൊല്ലുകയും അതിനുശേഷം അവരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ആ കുഞ്ഞ് അത് നല്ല സദ്വൃത്തരായ മക്കളായിരിക്കും. നല്ല സൽസ്വഭാവികളായ, ഹറാമിലേക്ക് അടുക്കാത്ത, ഹറാമുമായിട്ട് ബന്ധപ്പെടാത്ത നല്ല മക്കളായിട്ട് അവർ വളരും. ദീനി ചിട്ടയിൽ വളരുന്ന മക്കളായിരിക്കും. മഹാന്മാർ അവരവരുടെ കിതാബുകളിൽ പറഞ്ഞതാണ്. ഈ ഇസ്മ ചൊല്ലിയിട്ട് അങ്ങനെ ജനിക്കുന്നത് ആ കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചൊല്ലുമ്പോൾ യാ എന്ന് പറയുന്ന നിദായിൻ്റെ അക്ഷരം ഉപയോഗിച്ചാണ് ചൊല്ലേണ്ടത്. അപ്പോൾ യാ മുത്തക്കബ്ബിർ യാ അല്ലാ, യാ മുത്തക്കബ്ബിർ യാ അല്ലാ എന്ന് ചൊല്ലുക. അതേപോലെ തന്നെ തെമ്മാടിയുടെ മേൽ ഇത് ഉരുവിട്ടാൽ തെമ്മാടിത്തം നിൽക്കും. വ്യഭിചാരികളായ വേശ്യാപ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ അവരുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ആ വിഷയം അവർക്ക് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇസ്മ ചൊല്ലാവുന്നതാണ്. ദുസ്വപ്നം കാണുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ ഈ ഇസ്മ കിടന്നുറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് 21 തവണ ചൊല്ലിയ ശേഷം ഉറങ്ങുകയാണെങ്കിൽ അത്തരം ദുസ്വപ്നങ്ങൾ അവർ കാണില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ അക്ഷരസംഖ്യ 662 അപ്പോൾ എങ്ങനെ 662? ഇത് മീം 40 താ മുത്തക്കബ്ബിർ എന്ന് പറയുമ്പോൾ താ ആണല്ലോ, 400 402. പിന്നെ കാഫ് 20, പിന്നെ ബാ 2, 200 റാ, അപ്പോൾ 462 അതിൻ്റെ. ഇതിലിപ്പോൾ ചില ആളുകൾ ഇതിൽ യാ മുത്തക്കബ്ബിർ എന്ന് പറയുമ്പോൾ ബാ ഇരട്ടക്ഷരാണല്ലോ, അപ്പോൾ അത് 2 ചിലർ കൂട്ടും. അപ്പോൾ അതിൻ്റെ സംഖ്യ മാറും ചെയ്യും. അങ്ങനെയാണ് പലപ്പോഴും സംഖ്യകളുടെ എണ്ണം പറയുമ്പോൾ അത് മാറ്റം വരുന്നത്. അപ്പോൾ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ഇസ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഒരുപാട് വിഷയങ്ങൾക്ക് നമുക്കിത് പരിഹാരമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു ഇസ്മും നമ്മൾ മനസ്സിലാക്കുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ അതിൻ്റെ ചെറിയ രൂപത്തിലുള്ള ആശയവും അർത്ഥമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ അമൂല്യമായൊരു ഇസ്മാണ് ഇതെന്ന് പറഞ്ഞല്ലോ. അർഹതയോട് അഹങ്കരിക്കുന്നവൻ, മഹത്വം പ്രകടമാക്കുന്നവൻ, ഗംഭീരമായ മഹിമയുടെ ഉടമ, വലിപ്പമെത്രയും
സന്തോഷമാക്കിയവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ് ഒരു കിബിരിയ, അഹങ്കരിക്കാനുള്ള അർഹതയുള്ളത്. എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, എല്ലാവർക്കും ഭക്ഷണം നൽകുന്ന, എല്ലാവരെയും പരിഗണിക്കുന്ന, തെറ്റു ചെയ്യുന്നവനെയും നന്മ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവനെയും ഒരുപോലെ പല സന്ദർഭങ്ങളിലും പരിഗണിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റബ്ബിനെ അവൻക്കേ അഹങ്കരിക്കാനുള്ള അർഹതയുള്ളൂ. നമുക്കൊക്കെ എന്താ അഹങ്കരിക്കാനുള്ളത്? അല്ല, ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മുകളിലേക്ക് വിട്ട ശ്വാസം താഴേക്ക് വന്നില്ലെങ്കിൽ, താഴേക്ക് വന്ന ശ്വാസം മുകളിലേക്ക് വിടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, പിന്നെ നമ്മുടെ ഈ പേരുകൊണ്ട് എന്ത് കാര്യമുള്ളത്? ഈ സമ്പത്തുകൊണ്ട് എന്ത് കാര്യമുള്ളത്? ഈ മക്കളെ കൊണ്ട് എന്ത് കാര്യമുള്ളത്? അപ്പോൾ നമ്മളൊക്കെ നിസ്സഹായനാണ്. എനിക്കൊരു പ്രതീക്ഷയില്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൂർത്തീകരിക്കാൻ കഴിയുന്നു. നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പൂർത്തീകരിക്കാൻ കഴിയുന്നു. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് അള്ളാഹിനോട് നമുക്ക് ദുആ ചെയ്യാം. അത്രേ വഴിയുള്ളൂ. ഇപ്പം നമുക്ക് ജീവിക്കാനുള്ള അവസരം കിട്ടിയല്ലോ, ഇത് ഈ സെക്കൻഡ്, അതിനാൽ അൽഹംദുലില്ലാ പറയാം. അപ്പോൾ ആയുസ് നീട്ടിക്കിട്ടിക്കോളും. അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ നമുക്ക് ഫലം ലഭിക്കണമെങ്കിൽ 5 വഖത്ത് ഫർദ് നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. അതിലൊരു വീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തണം. സ്വലാത്തുകൾ ഒരു ദിവസം ചുരുങ്ങിയത് 300-100 തവണ ചൊല്ലാൻ വേണ്ടി സാധിക്കണം. ഹറാമിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കണം. ഹറാമുമായി ബന്ധപ്പെടരുത് എന്നുള്ള നിലപാട് നമ്മുടെ മക്കളിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ഇങ്ങനെ ജീവിച്ച് ഇത്തരം അമലുകൾ ചെയ്ത് ജീവിച്ചു നോക്കൂ. തീർച്ചയാണ് അള്ളാഹു നമുക്ക് വലിയ ഖൈറിൻ്റെ കവാടങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നരും. അള്ളാഹു നമുക്ക് വലിയ രക്ഷ നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.